പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ LA050 എന്ന പ്രിൻ്ററിൽ ID കാർഡ് അല്ലെങ്കിൽ PVC കാർഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ID കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ ഈ മോഡൽ പ്രിൻ്ററിൽ ആൾറെഡി എപ്സൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതാണ് ഈ കാണുന്ന എപ്സൺ ഫോട്ടോ പ്ലസ് എന്ന ആപ്ലിക്കേഷന്. ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇത് ഇൻസ്റ്റാൾ ചെയ്താണ് ഇതുവഴി മാത്രമേ ഇത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, ഇതിൽ ID കാർഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, സോഫ്റ്റ്വെയർ തന്നെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എപ്സൺ ഫോട്ടോ പ്ലസ് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. മസ്റ്റായിട്ട് നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുശേഷം ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ LA050 പ്രിൻ്റർ ഡ്രൈവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കാണുന്നത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് അതേപോലെ തന്നെ ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിക്കുന്നുണ്ട്. ഞാനവിടെ വിൻഡോസ് 10 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്സൺ ഫോട്ടോ പ്ലസ് ആണ് അതിൻ്റെ വെർഷനും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഡൗൺലോഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിംഗ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാളർ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നു. അതോടുകൂടി നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ആവുന്നതാണ്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വരാം. നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യം ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കീ ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വിൻഡോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എപ്സൻ്റെ യൂട്ടിലിറ്റീസ് എന്ന ഫോൾഡറിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഉണ്ടാവും. ഇവിടെ താഴോട്ട് എപ്സൺ സോഫ്റ്റ്വെയർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് അവിടെയും ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഓപ്പൺ ആക്കുകയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കീ വന്നിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കുകയോ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് ചെറിയൊരു അപ്ഡേറ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതിവിടെ യൂസേജ് സർവേ ജസ്റ്റ് യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തൽക്കാലം നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ലേറ്റർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇവിടെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് ID കാർഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ID കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ID കാർഡിൻ്റെ പേജ് സെറ്റപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാർഡ് ഇവിടെ വേറെ ഓപ്ഷൻസ് കാര്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളത്, ഇപ്പോൾ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ 1 സൈഡ് ആണോ 2 സൈഡ് ആണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ചോദിക്കുന്നത്. വലിയ ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല. നേരെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ പേജിലോട്ട് വരും. ഇവിടെയാണ് നമ്മൾ കാർഡ് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മുടെ ഡോക്യുമെൻ്റ് ഈ കാർഡിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇവിടെ കൊടുത്തതാണ്. ഇതാണ് അലൈൻമെൻറ്റ് സെറ്റപ്പ് വരുന്നത്. നമ്മൾ കറക്റ്റ് ട്രേൻ്റെ കാണുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 1, 2 ആണ് കൊടുത്തിട്ടുണ്ട്. ട്രയലും അതേപോലെ 1, 2 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു സെറ്റിങ്സ് ആണ്. വലിയ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് ഫയൽ കോപ്പി ചെയ്യണം. അതായത് ഇവിടെ തന്നെ ഉണ്ട് അത് ഫയൽ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണുന്ന ഇത് ക്ലിക്ക് ചെയ്യുന്നു. മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക, JPEG ഫയലുകൾ മാത്രമാണ്, അതായത് ഫോട്ടോ ഫയലുകൾ മാത്രമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡോക്യുമെൻറ്റ് വരുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഫയൽ കറക്റ്റായിട്ട് ആ കാർഡിൻ്റെ സൈസിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ് കാര്യങ്ങൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ സാധിക്കുന്നതാണ്. അതൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ കറക്റ്റായിട്ട് ആ കാർഡിൻ്റെ ഒരു അലൈൻമെൻറ്റ് കൊടുത്ത കണ്ടില്ലേ, കറക്റ്റ് അതിലേക്ക് നമ്മളിത് സൈസാക്കി വെക്കുക വേണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ആ കാർഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് പ്രിൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കോപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ 1 എന്നുള്ള അവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു മെസ്സേജ് വരും, സ്റ്റാർട്ട് പ്രിൻറ്റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളത് റീഡ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരിക്കലും ഈ സമയത്ത് നമ്മൾ ട്രേ ലോഡ് ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഓക്കെ കൊടുത്തു.
പിന്നെ വീണ്ടും ഇതേപോലെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. അതോടുകൂടി നമുക്ക് പ്രിൻ്റ് കമാൻഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പോകുന്നതാണ്, പാസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഒരു എറർ മെസ്സേജ് ഇതേപോലെ വരുന്നതാണ്. ഇതൊരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാര്യമാക്കേണ്ട. ഇത് ജസ്റ്റ് ഒരു വാണിംഗ് മെസ്സേജ് മാത്രമാണ്. അത് നമ്മൾ ഇപ്പോൾ നമ്മളവിടെ പ്രിൻ്റ് കമാൻഡ് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ പ്രിൻ്ററിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് പ്രിൻ്ററിൽ ഇതേപോലെ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ആ ഒരു എറർ മെസ്സേജ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പ്രിൻ്ററിൽ നമ്മളെ PVC കാർഡ് ട്രേ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പ് ഒരിക്കലും ലോഡ് ചെയ്യരുത്, അത് ഇൻകറക്റ്റ് ലോഡിംഗ് ആയി മാറുന്നതാണ്. നമുക്കിവിടെ പ്രിൻ്ററിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പേപ്പർ ഔട്ട് എന്നുള്ള മെസ്സേജാണ് അത് വരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാർഡ് എടുക്കുന്ന സമയത്ത് കാർഡിൽ 2 ഓപ്ഷൻ ഉണ്ട്. PVC കാർഡ് പ്രിൻ്റ്, ID കാർഡ് പ്രിൻ്റ് ചെയ്യാൻ 2 ട്രേ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2 കൊടുത്തതായിട്ട്. അതിൻ്റെ പിറകു വശത്ത് CD പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാതെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാനിപ്പോൾ 1ാമത്തെ സ്ലോട്ടിലാണ് ഞാൻ കാർഡ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇവിടെ നമ്മൾ മുകളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ട്രേ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ട്രേ എടുക്കുകയാണ്. ഒരിക്കലും ഇത് ഈ ഔട്ട് ട്രേ ഓപ്പൺ ആക്കാൻ പാടില്ല. കറക്റ്റാണ് നമ്മൾ ആ PVC ട്രേ നമ്മൾ നേരെ അതിലേക്ക് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അതല്ല, രണ്ടാമത് ഈ കാണുന്ന ഒരു ആരോ മാർക്കിൽ കറക്റ്റായിട്ട് നമ്മൾ ലോഡാക്കി വെക്കണം. എന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ചെറിയൊരു ഇതേപോലെ ഒരു സ്കാനിങ് പോലത്തെ ലോഡിങ് നടക്കുന്നതാണ്. അത് നമ്മൾ വെച്ചത് കറക്റ്റാണോ അല്ലേ എന്നുള്ളതാണ് പ്രിൻ്റർ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതേപോലെ ഉള്ളിലോട്ട് പോയി കാർഡിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ട്രേ ഔട്ടായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ലോക്കൽ കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. നല്ല കാർഡുകൾ മാത്രം യൂസ് ചെയ്യുക, അത് പ്രിൻ്ററിന് ഡാമേജ് ഉണ്ടാക്കുകയുമില്ല. ലോക്കൽ കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഹെഡിൻ്റെ മാസ്കിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ വാറണ്ടി കിട്ടിക്കോളണമെന്നില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പ്രിൻറ്റിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പവർ ലൈറ്റ് സ്റ്റഡിയായി നിൽക്കും. ആ സമയത്ത് മാത്രമേ ട്രേ വലിക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ പ്രിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രേ ഇജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം കുറച്ച് ഭാഗം ഇജക്റ്റായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പവർ ലൈറ്റ് സ്റ്റഡിയായി നിന്നതിൻ്റെ അർത്ഥം നമ്മളെ പ്രിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി കാർഡ് എടുക്കൽ ഇതാണ്ട് ഒരു ഹോൾസ് ഉണ്ട്, അതേപോലെ താഴെ ഭാഗത്ത് ഈ ഹോൾസ് കൂടെ ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് വേണം അത് കാർഡ് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ കാർഡ് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും കാണാനില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്നുകൂടി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് ബ്ലാങ്ക് ആണ്. അപ്പോൾ ബാക്ക് സൈഡും പാടുള്ള ഡോക്യുമെൻ്റ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത കാർഡ് തിരിച്ച് വെക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് നിങ്ങൾ അതേപോലെ അലൈൻമെൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, അവിടെ ഒന്നെങ്കിൽ ഡിലീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, അവിടെ വേറെ നമ്മൾ അടുത്ത ഡോക്യുമെൻറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ പോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഫയൽ ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അതിൻ്റെ പിറകുവശം ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആ കളിക്കകത്ത് തന്നെ, ആ ബോക്സിൻ്റെ അകത്ത് തന്നെ അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. ഇത് അലൈൻമെൻറ്റ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ പ്രിൻ്റ് ഔട്ടിനെ സാരമായ രീതിയിൽ ബാധിക്കുന്നതാണ്. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ കാണുന്ന സ്റ്റാർട്ട് പ്രിൻറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേപോലത്തെ ഒരു മെസ്സേജ് വന്നു, ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് ടു പ്രിൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് പറഞ്ഞാൽ ഈ ഒരു ടിക്ക് വരും. പക്ഷേ നിങ്ങൾ അടുത്തൊരു എറർ മെസ്സേജ് പോലത്തെ ഒരു വാണിംഗ് മെസ്സേജ് വരുന്നതാണ്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻ്ററിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത്, പ്രിൻ്ററിലേക്ക് ഫിസിക്കലി നോക്കുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ട്രേ കറക്റ്റായിട്ട് ലോഡ് ചെയ്യുക. ആ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ട അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റർ കറക്റ്റ് ആരോ മാർക്ക് കറക്റ്റായിട്ട് അവിടെ വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യണ പോലെ കാർഡ് വെച്ചത് കറക്റ്റ് അല്ലേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു സ്കാൻ ചെയ്യണ പോലെ വന്നുകൊണ്ട് അത് നേരെ കാർഡ് ഉള്ളിലോട്ട് പോയിക്കാണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ട്രേ ലോഡ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇത് ഓട്ടോമാറ്റിക് പ്രിൻറ്റ് ചെയ്യാതെ പുറത്തോട്ട് ഇജക്റ്റായി വരുന്നതാണ്. അങ്ങനെ വരുന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വെച്ച ലോഡിങ് കറക്റ്റ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉള്ളിലോട്ട് പോയി പ്രിൻറ്റിംഗ് ഒക്കെ നടക്കുന്ന ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതേപോലെ പതുക്കെ ഈ കാര്യം ട്രേ പുറത്തോട്ട് വരിക. ഏകദേശം നമ്മൾ പ്രിൻറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
യെസ്, ഇവിടെ പ്രിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്ക് സൈഡും അതേപോലെ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡ് എടുക്കേണ്ട രീതി ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നു. കറക്റ്റ് അവിടെ നിങ്ങൾ അടുത്ത ട്രയൽ കാണുന്ന പോലെ ഹോൾസിൽ കൈയിട്ടിട്ട് വേണം നമ്മൾ കാർഡ് എടുക്കാൻ. യെസ്, ഇപ്പോൾ 2 ഭാഗവും ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിൾ മെത്തേഡാണ് ഇത് PVC കാർഡ് ഈ മോഡലിൽ പ്രിൻറ്റ് ചെയ്യുന്നത്. അത് വാറണ്ടിയോട് കൂടി സപ്പോർട്ടഡും ആണ്. ഇതിന് മുമ്പത്തെ മോഡൽ A05 പറഞ്ഞ മോഡൽ ഇത് സപ്പോർട്ടഡ് അല്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായി നിങ്ങളെ ട്രേ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കറക്റ്റ് നമ്മളിപ്പോൾ ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ അകത്ത് തന്നെ ഇത് വെക്കാനുള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ട്രേൻ്റെ താഴെ ഭാഗം, അതിനായിട്ടൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രേ വെക്കാൻ വേണ്ടിയിട്ട്. ട്രേന് ബെൻഡ് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രിൻറ്റിങ് കാർഡ് ലോഡിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.